തിരുവനന്തപുരത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം പടർന്നു പിടിക്കുന്നു. രോഗം ബാധിച്ചവരുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ രോഗപ്രതിരോധം എങ്ങനെയെന്നതിൽ വ്യക്തതയില്ലാതെ ആരോഗ്യവകുപ്പ്. വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാത്തവരിൽ പോലും രോഗം സ്ഥിരീകരിച്ചതോടെ ജനങ്ങൾക്കിടയിൽ ആശങ്ക ഏറുന്നു. അമീബിക് മസ്തിഷ്ക ജ്വരം തിരുവനന്തപുരം ജില്ലയിൽ വ്യാപകമായി റിപ്പോർട്ട് ചെയ്യുമ്പോൾ രോഗം എങ്ങനെയാണ് പിടിപെടുന്നു എന്നതിലും എന്ത് നിയന്ത്രണങ്ങളാണ് എടുക്കേണ്ട എന്ന കാര്യത്തിലും അവ്യക്തത നിലനിൽക്കുന്നു. വ്യാഴാഴ്ച സംസ്ഥാനത്ത് സ്ഥിരീകരിച്ച 4 കേസുകളിൽ 3 തിരുവനന്തപുരം ജില്ലയിലാണ്. രോഗബാധിതരിൽ സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുമുണ്ട്. ജലാശയങ്ങളിൽ നിന്നാണ് രോഗം വരുന്നതെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. എന്നാൽ അടുത്തിടെ രോഗം വന്നവരിൽ പലരും പൊതുജലാശയങ്ങളിൽ കുളിച്ചിട്ടില്ല. വീട്ടിൽ നിന്ന് പുറത്തു പോകാത്ത കിടപ്പു രോഗികൾക്ക് വരെ അസുഖം വന്നു. ജില്ലയിൽ സംഭവിച്ച 2 മരണങ്ങളിൽ 1 ഇത്തരത്തിൽ വീടിന് പുറത്തു പോകാത്ത വയോധികയുടേതാണ്. രോഗലക്ഷണങ്ങളും പലർക്കും വ്യത്യസ്തമാണ്. പനി മിക്കവർക്കും പൊതുവെ ഉണ്ടെങ്കിലും മറ്റ് ശാരീരിക അസ്വസ്ഥതകളിൽ വ്യത്യാസമുണ്ട്. കാഴ്ച പ്രശ്നങ്ങൾ, ശരീരവേദന തുടങ്ങിയവയാണ് മറ്റു പൊതുലക്ഷണങ്ങൾ. സാധാരണ തലവേദന, പനി എന്നിവയാണെന്ന് കരുതി ചികിത്സ തേടിയവർക്ക് പിന്നീട് അമീബിക് മസ്തിഷ്ക ജ്വരമാണെന്ന് സ്ഥിരീകരിക്കുകയാണ് ഉണ്ടാകുന്നത്. ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ളവർ ഇപ്പോൾ രോഗബാധിതരായിട്ടുണ്ട്. എന്നാൽ ഇതുവരെയും രോഗലക്ഷണം എവിടെ നിന്നാണ് ഉണ്ടായതെന്ന് കണ്ടെത്താൻ ആരോഗ്യവകുപ്പിന് സാധിച്ചിട്ടില്ല. ജനം, തിരുവനന്തപുരം.